ബ്രിട്ടീഷുകാർക്ക് അജപാലന ശുശ്രൂഷയ്ക്കായിട്ട് വന്നതാണ് ബെൽജിയം കപ്പൂച്ചിൻസ്. പണ്ട് കാലത്തൊക്കെ ഒരുപാട് മഞ്ഞ് വേണ്ടിയിരുന്നു. അപ്പം മേൽക്കുരയുടെ ഏകദേശം അടുത്ത് വരെ എത്തുമായിരുന്നു. അപ്പോൾ ഈ സിമിട്രിയിലെ മിഷണറിമാർ ഇംഗ്ലണ്ട്, പ്രത്യേകിച്ച് ബെൽജിയം, പാകിസ്ഥാൻ, ശ്രീലങ്ക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് ഇവിടെ ശുശ്രൂഷിക്കാൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഹിമാചൽ പ്രദേശിലെ മനോഹരമായ പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഡൽഹൌസി മിഷൻ കപ്പൂച്ചിൻ സഭയുടെ ആത്മാർപ്പണത്തിന്റെയും സേവന സന്നദ്ധതയുടെയും ഫലമാണ്. ബെൽജിയൻ നാടുകളിൽ നിന്നുള്ള കപ്പൂച്ചിൻ വൈദികരാണ് ഈ പ്രദേശത്ത് ആദ്യമായി മിഷണറിമാരായി എത്തിയത്. കഠിനമായ കാലാവസ്ഥയും ബുദ്ധിമുട്ടുകളും മറികടന്ന് അവർ സുവിശേഷ സന്ദേശം പകർന്നതോടൊപ്പം വിദ്യാഭ്യാസം, സാമൂഹ്യ സേവനം, ആരോഗ്യ പരിപാലനം എന്നിവയിലൂടെ ജനങ്ങളോടൊപ്പം ജീവിച്ചു. ഈ മിഷന്റെ അടിത്തറ വിശ്വാസം, ലാളിത്യം, സേവനം എന്ന കപ്പൂച്ചിൻ ആത്മീയതയിലാണ്. പ്രാർത്ഥനയിലും പ്രവൃത്തിയിലും ഒരുപോലെ ശക്തമായ ഈ മിഷൻ വിവിധ സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽപ്പെട്ട ആളുകളെ ഒന്നിപ്പിച്ച് മനുഷ്യ സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും സന്ദേശം പ്രചരിപ്പിച്ചു. ഇന്ന് ഡൽഹൌസി മിഷൻ ആത്മീയ വളർച്ചയ്ക്കും സാമൂഹിക പരിവർത്തനത്തിനും പ്രചോദനമായ വഴിവിളക്കായി തുടരുന്നു. വല്ലിച്ച, ഒത്തിരി സന്തോഷം ഇവിടെ എത്തിയതിൽ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഡൽഹൌസി എന്ന് പറയുന്ന സ്ഥലം. ഒത്തിരിയേറെ ചരിത്രം, പ്രത്യേകിച്ച് നമ്മുടെ കപ്പൂച്ചിൻ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പൊ വല്യച്ഛൻ ഈ സ്ഥലത്തെ കുറിച്ച് എന്നോട് ഒരു ചെറിയൊരു വിവരണം നല്ലതായിരിക്കും. ഡൽഹൌസി എന്ന് പറഞ്ഞത് മുമ്പ് രാജാവിന്റെ ഇവിടുത്തെ നാട്ടുരാജാവിന്റെ നായാട്ടിന് വരുന്ന സ്ഥലമായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർക്ക് അവരുടെ ഈ ടൗൺഷിപ്പ് ഉണ്ടാക്കിയിട്ട് അത് അവർക്ക് വിശ്രമത്തിനും, ചിലപ്പം രോഗികളായിട്ടുള്ളവർക്ക് ഇവിടെ വന്ന് വിശ്രമിക്കാനും, അപ്പോൾ അവർക്ക് ഇംഗ്ലണ്ടിൽ പോകാന്നുള്ളത് അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ഗൗരവവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ ഇവിടെ വന്ന് ഇംഗ്ലണ്ടിലെ പോലെ ജീവിക്കാനായിട്ട് കുറച്ച് നാളത്തേക്ക് രോഗികളായിട്ടുള്ളവർ, അല്ലെങ്കിൽ താഴെ പഞ്ചാബിലെ ഭയങ്കര ചൂടായിരിക്കും സമ്മറിൽ, അപ്പോൾ അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ഈ ടൗൺഷിപ്പ് ഹിൽ സ്റ്റേഷനിൽ ഉണ്ടാക്കി. അത് തണുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർക്ക് അജപാലന ശുശ്രൂഷയ്ക്കായിട്ട് വന്നതാണ് ബെൽജിയം കപ്പൂച്ചിൻസ്. ഇവിടെ അത്യാവശ്യം ആളുകളായപ്പോൾ അവരിവിടെ വന്നു. 1870-കളിലാണ് ഇവിടെ വരുന്നത്. എന്നിട്ട് അവിടെ താഴെ ഒരു കന്റോൺമെന്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ് അവർ ആദ്യം തുടങ്ങിയത്. അതിനുശേഷം അവിടെ തിയോളജി പഠിക്കുന്നവരൊക്കെ ബ്രദേഴ്സ് വന്നിരുന്നു. അവരവിടെ ഉറുദു പഠിച്ചു, അവര് ഇവിടുത്തെ ഹിന്ദി, പഞ്ചാബി അങ്ങനെയുള്ള ഭാഷകൾ പഠിച്ചു, ഇവിടുത്തെ സംസ്കാരത്തെക്കുറിച്ച് പഠിച്ചു. പിന്നെ അങ്ങനെ ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് അനുരഞ്ജനപ്പെട്ടു. അങ്ങനെ അവർ പിന്നെ ഇവിടുന്ന് അന്നത്തെ ഇന്ത്യയുടെ ഭാഗം തന്നെ, ബ്രിട്ടീഷിന്റെ എംപയറിന്റെ ഭാഗം, അപ്പോൾ അവര് ഇപ്പം പാകിസ്ഥാനായിട്ടുള്ള ലാഹോർ, പിന്നെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങൾ, പിന്നെ അമൃത്സർ, ഫിറോസ്പൂർ, ഇവിടെയൊക്കെ ഇവിടുന്നാണ് ഇവര് ഇവിടെ പഠനത്തിന് ശേഷം സൗത്തിലേക്ക് പിന്നീടാണ്. ഇവിടെ വന്ന ബെൽജിയം കപ്പൂച്ചിൻസ് ഒക്കെ ഈ ഭാഗത്താണ്, ഈ പഞ്ചാബ് ഏരിയ ആണ് അവർക്ക് മിഷൻ പ്രവർത്തിക്കുന്നത്. കാലാവസ്ഥയെ കുറിച്ചൊന്ന് പറയാമോ? അവിടെ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. ഇവിടെ ഞങ്ങളുടെ ആശ്രമത്തിൽ പോലും ഫാനില്ല, അപ്പം അത്ര ചൂടുള്ളൂ ഇവിടെ സമ്മറിൽ പോലും. പിന്നെ മഞ്ഞ് വീഴ്ച ഇവിടെ ഭയങ്കര. പണ്ട് കാലത്തൊക്കെ ഒരുപാട് മഞ്ഞ് വേണ്ടിയിരുന്നു. അപ്പം നമ്മുടെ മേൽക്കുരയുടെ ഏകദേശം അടുത്ത് വരെ എത്തുമായിരുന്നു. അപ്പോൾ 6 ഒക്കെ പൊക്കത്തില് വരുമായിരുന്നു. ഇപ്പം അത്ര ഇല്ല. ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ വേറെ 1 ഇഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. മിക്ക വർഷം തന്നെ ഇവിടെ എല്ലാ കൊല്ലവും തന്നെ ഏകദേശം ഏത് മാസത്തിലാണ് ഡിസംബർ അവസാനം അല്ലെങ്കിൽ ജനുവരി ആദ്യം ഉണ്ടാകും. ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ദേൻകുണ്ട്, കജിയാർ എന്നുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊക്കെ 1-2 മാസത്തേക്ക് മഞ്ഞുണ്ടാവും. പിന്നെ ടൂറിസ്റ്റുകൾ വരുന്നവരെല്ലാവരും തന്നെ ഈ പള്ളിയിൽ കയറുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണ്? ഇവിടെ ഈ ടൂറിസ്റ്റിന്റെ ആൾക്കാരുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് സെന്റ് ഫ്രാൻസിസ് ചർച്ച്, സുഭാഷ് ചോക്ക്. അപ്പം ഇവിടെ പലരും ഇവിടെ വരാറുണ്ട്. പിന്നെ പല ദേശങ്ങളിൽ നിന്ന്, പല സംസ്ഥാനങ്ങളിൽ നിന്ന്, ചിലരുടെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ ഒരു ദേവാലയം കാണുന്നത്. പിന്നെ പലരും ഇവിടെ വന്ന് തങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ പേപ്പറിൽ എഴുതി അവിടെ പലരും എഴുതിയിട്ടുണ്ട്. ചിലർ എഴുതിയിട്ടുണ്ട്, ഞങ്ങളോട് വന്ന് ഇവിടെ നിയോഗം ഇട്ടിരുന്നു, ഇപ്പൊ ഞങ്ങൾക്ക് നടന്നു, ഇനി ഞങ്ങൾക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ വരാറുണ്ട്. ഇതൊരു ഹിൽ സ്റ്റേഷൻ ആണല്ലോ. നമ്മൾ ഏകദേശം 100 കിലോമീറ്ററോളം താഴെ പ്ലെയിനിൽ നിന്ന് 80 കിലോമീറ്റർ ഉണ്ട് പട്ടാൻകോട്ട് നിന്ന്. അപ്പൊ അവിടെ നിന്ന് പിന്നെ ഒരുപാട് വൈൻഡിങ് റോഡുകളാണ്. എല്ലാം നല്ല മനോഹരമായ മരങ്ങളാണ് ഇവിടുത്തത്. ദേവദാരു എന്നൊക്കെ പറയല്ലേ, സൈപ്രസ്.
ആ മരങ്ങളാണ്. ഈ മരങ്ങൾ കൊണ്ടാണ് ശരിക്കും ജെറുസലേം ടെമ്പിളൊക്കെ പണിതിരിക്കുന്നത്. ജെറുസലേം ദേവാലയം വളരെ മനോഹരമായിട്ടുള്ള മരങ്ങളാണ്. ഈ മരങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതിവിടുത്തെ ഡൽഹൌസിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. ഇവിടെ വന്നിട്ടാണ് ഇത് പള്ളിയുടെ ഇരിക്കുന്നത് കൊണ്ട് ഇവിടെ തന്നെ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചിട്ടാണ് ഇവർ പോകുന്നത്. ഇതെല്ലാം വളരെ വലിയ മരങ്ങളാണ്, ദേവദാരു മരങ്ങൾ. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഇതിൻ്റെ നമ്മളിവിടെ വന്ന് കാണുകയാണെങ്കിൽ അതിൻ്റെ ശരിക്കുള്ള ഒരു ബ്യൂട്ടി നമുക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ താഴോട്ട് നമ്മൾ പോവുകയാണ്. ആ സ്ഥലത്തിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ ഒന്ന് കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ല രസമല്ലേ ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ തന്നെയാണെങ്കിലും. അച്ഛന്മാരുടെ ആശ്രമമാണ്, അൽവേർണ ആശ്രമം എന്നാണ് പറയുന്നത്. സെൻറ്റ് ഫ്രാൻസിസ് നമുക്കറിയാമല്ലോ, അദ്ദേഹം മലയുടെ മുകളിലുള്ള ഒരു പള്ളിയിലാണ് പ്രാർത്ഥിച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് ഈ സെൻറ്ററും മലയുടെ മുകളിലായിട്ട് നല്ല ഒരു ശാന്തതയുള്ള ഒരു സ്ഥലമാണിത്. ഇത് നമ്മുടെ ഹൗസിലേക്ക് വരുന്ന ഒരു വഴിയാണ്. വളരെ നല്ല രസമായിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലുള്ള കല്ലുകളൊക്കെ നമുക്ക് കാണാമല്ലോ. നല്ല രസമല്ലേ ഇത് കാണാൻ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കല്ലുകൊണ്ടുള്ള ഈ ചുമരുകൾ നല്ലതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് അത് കാണാനായിട്ട്. ഇത് സിമെൻറ്റുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, ചെറിയ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ് ഈ മതിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് സെൻറ്റ് ഫ്രാൻസിസിൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ സെൻറ്റ് ക്ലെയറിൻ്റെ ഫോട്ടോയും ഉണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് സെൻറ്റ് ഫ്രാൻസിസിൻ്റെ. അതുപോലെ തന്നെ ഇവിടെ എന്താണ് സമാധാന പ്രാർത്ഥന ഇവിടെ ഇങ്ങനെ കർവ് ചെയ്ത് ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വരുന്നവരൊക്കെ ഇത് പ്രാർത്ഥിച്ചിട്ടാണ് അകത്തേക്ക് കയറി പോകുന്നത്. ഇത് വിശുദ്ധ ക്ലാരയുടെ ഒരു രൂപമാണ്. ഇത് ഇവിടെയുണ്ട്. ഇതാണ് നമ്മുടെ ഡൽഹൌസിയിലെ പള്ളി. വളരെ മനോഹരമായിട്ട് പള്ളി. നമുക്ക് ഈ പള്ളിയുടെ അകത്തേക്ക് കയറാവേ. ഇവിടെ ഒത്തിരി പേര് ഇവിടെ വരുന്നവർ ഇതിനകത്ത് കയറി പ്രാർത്ഥിച്ച് പോകാറുണ്ട്, പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളൊക്കെ. ആയിരത്തി 1800-കളിൽ പണിത പള്ളിയാണിത്, ബെൽജിയം കപ്പൂച്ചിൻസ്. അതുപോലെ ഇതിൻ്റെ പണികളെല്ലാം തന്നെ ബ്രദേഴ്സും അച്ഛന്മാരും കൂടെ ചെയ്തതാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ കൊത്തുപണികളൊക്കെ അതെല്ലാം അതേപടി നമ്മൾ പ്രിസർവ് ചെയ്തിട്ടുണ്ട്, ഒന്നും കളഞ്ഞിട്ടൊന്നുമില്ല. എല്ലാം വളരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം. സെൻറ്റ് ഫ്രാൻസിസിൻ്റെ സ്റ്റാച്യു ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള സീലിങ്ങുകൾ, പിന്നെ ആൾക്കാർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഇൻറ്റൻഷൻസ് എഴുതിയിടാനായിട്ടുള്ള ഒരു ബോക്സ് എല്ലാം ഇവിടെയുണ്ട്. പരിശുദ്ധ മാതാവിൻ്റെ ഒരു ചെറിയ തിരുസ്വരൂപമുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇതിൻ്റെ ബാൽക്കണി ഉണ്ട് അവിടെ. പണ്ട് കൊയറൊക്കെ ഇരുന്നാണ് പണ്ട് അച്ഛന്മാരെ പ്രദേശമൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സീലിംഗ് നോക്കി വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമ്മളിപ്പോൾ പോകുന്നത് സെമിട്രിയിലേക്കല്ലേ, അവരുടെ സെമിത്തേരിയിലേക്ക്. ഇവിടെ ഒരുപാട് ഫോറിൻ മിഷണറിമാർ വന്ന് സേവനം ചെയ്തു പോയ സ്ഥലമായതുകൊണ്ട് നമുക്ക് ഈ സെമിട്രിയിലെ മിഷണറിമാർ ഇംഗ്ലണ്ട്, പ്രത്യേകിച്ച് ബെൽജിയം, പാകിസ്ഥാൻ, ശ്രീലങ്ക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് ഇന്ത്യയുടെ വിഭജനത്തിന് മുമ്പുള്ള സമയത്ത് പാകിസ്ഥാനും ഇന്ത്യയൊക്കെ ഓരോ ഭാഗമായിരുന്നുകൊണ്ട് അവിടെ നിന്നുള്ള സിസ്റ്റേഴ്സ് ഇവിടെ ശുശ്രൂഷിക്കാൻ വന്നിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. സൈൽകോട്ട് എന്ന് പറയുന്നത് പാകിസ്ഥാനിലാണ്. അതുപോലെ കൊളംബോ ശ്രീലങ്ക, ഇവിടെ ബെൽജിയം, ഇത് ഈ സിസ്റ്ററും പാകിസ്ഥാനിൽ നിന്നാണ്. അതുപോലെ സിസ്റ്റർ ഇംഗ്ലണ്ടിൽ നിന്നാണ്. അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ ഈ പ്രദേശത്തെ ഏറ്റവും സുപ്രസിദ്ധമായിട്ടുള്ള ഒരു സ്കൂളായിരുന്നു ഇത്. അതുകൊണ്ട് ഇവിടെ ലേ ലഡാക്ക്, ജമ്മു, പഞ്ചാബ്, ബീഹാർ മുതൽ ഡൽഹി അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഇവിടെ എന്താണ് ജോലി ചെയ്യുന്നത്? ആക്ച്വലി ഞാൻ ഇവിടെ ഈ പള്ളിയുടെ വികാരി അച്ഛനും പിന്നെ കോൺവെന്റിലെ ചാപ്ലിൻ, പിന്നെ ഇവിടെ ഒരു കിൻഡർ ഗാർഡൻ പള്ളിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്, അതിൻ്റെയും ഇവിടെ ഇൻചാർജാണ്. പിന്നെ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് വരാറുണ്ട്. പലരും ആദ്യമായിട്ട് തങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ കയറുന്നതാണ്. അവർ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് യേശുവിനെ കുരിശിൽ തറച്ചത്, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ. പലരോടും യേശുവിനെ കുറിച്ചും യേശുവിൻ്റെ
പീഡാസഹനത്തെയും യേശുവിൻ്റെ കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും എല്ലാം പറയുവാനായിട്ട് അവസരം ലഭിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇവിടെ വന്ന് ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് കണ്ണുനീർ ഒഴുക്കി പ്രാർത്ഥിക്കുന്നത്. പലരും തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സമാധാനം ലഭിച്ചതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പേര് ക്രിസ്തീയമായിട്ട് യേശുവിലേക്ക് വളരുവാൻ, യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ, യേശുവിൻ്റെ രക്ഷ അനുഭവിക്കാൻ ഈ ദേവാലയം ഇടയായിട്ടുണ്ട്.